അസ്സലാമു അലൈക്കും. നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നത് എപ്പോഴെന്ന് നിനക്കറിയാമോ? നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ. നീ എത്ര ശ്രമിച്ചാലും നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ചിന്തകൾ, അവരുടെ സ്വഭാവം, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ മാറ്റങ്ങൾ. പക്ഷേ നമ്മൾ ഇവയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അതാണ് മനസ്സിനെ തകർക്കുന്നത്. എന്തുകൊണ്ട് അവനിങ്ങനെ എന്ന ചിന്ത നമ്മുടെ ശാന്തിയെ കൊല്ലുന്നു. എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പെരുമാറുന്നു? ഈ ചോദ്യം ഉത്തരമില്ലാത്തതാണ്. കാരണം അവൻ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല. ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ മനസ്സ് അടഞ്ഞുപോകുന്നു. ഇസ്ലാം ഒരു സത്യം പഠിപ്പിക്കുന്നു. നീ ബാധ്യസ്ഥനല്ല, നീ ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ്. നിന്റെ ബാധ്യത നീ ശരിയായത് ചെയ്യുക, നീ നല്ലത് പറയുക, നീ ക്ഷമിക്കുക. ഫലം അത് അല്ലാഹുവിൻ്റെ കാര്യമാണ്. സൂഫികൾ പറയുന്ന വാക്ക്, നീ പിടിച്ചാൽ ശ്വാസം മുട്ടും, നീ വിട്ടാൽ ഹൃദയം ശാന്തമാകും. വിട്ടുകൊടുക്കൽ അർത്ഥം ഉപേക്ഷണമല്ല, അത് വിശ്വാസമാണ്. നീ വിടുമ്പോൾ അമിതചിന്ത കുറയും, ഉള്ളിലെ കലഹം ശമിക്കും, ഹൃദയം വിശാലമാകും. കാരണം നീ നിന്റെ ഭാരം റബ്ബിന്റെ കയ്യിൽ വെക്കുന്നു. ഇന്ന് നിന്റെ ശാന്തി തകർക്കുന്നത്, നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതെന്താണ്? അത് നീ ഇനിയും പിടിച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ അല്ലാഹുവിന് വിടുമോ? സൂഫി പാത പഠിപ്പിക്കുന്നത് ഒന്നാണ്: വിട്ടാൽ നീ തോൽക്കുന്നില്ല, നീ ശാന്തിയിലേക്ക് കടക്കുകയാണ്. 2. സംഭവത്തെയല്ല, പ്രതികരണത്തെ നിയന്ത്രിക്കുക. സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അവയെ മാറ്റാൻ നമുക്കാവില്ല. പക്ഷേ അവയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ കയ്യിലാണ്. കോപമോ, ക്ഷമയോ, നിരാശയോ, ആശ്രയമോ? ഇസ്ലാം പഠിപ്പിക്കുന്നു, ശക്തൻ കോപിക്കുന്നവനല്ല, കോപം നിയന്ത്രിക്കുന്നവനാണ്. 3. ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. നമ്മുടെ മനസ്സ് പലപ്പോഴും കഴിഞ്ഞതിൽ കുടുങ്ങി, വരാനിരിക്കുന്നതിൽ പേടിച്ച് ഇപ്പോഴത്തെ നിമിഷം നാം നഷ്ടപ്പെടുത്തുന്നു. ഇസ്ലാം നമ്മെ വിളിക്കുന്നത് ഇന്നത്തെ നമസ്കാരം, ഇന്നത്തെ കടമ, ഇന്നത്തെ നന്ദി. നാളെ അല്ലാഹുവിൻ്റെ കാര്യമാണ്, ഇന്ന് നിന്റേതാണ്. ഈ 3 മാറ്റങ്ങൾ ഒന്നിച്ചാൽ അമിത ചിന്ത കുറയും, ഹൃദയം ശാന്തമാകും, ജീവിതം ലഘുവാകും. കാരണം നീ നിന്റെ ഭാരം ഒരാളുമായി പങ്കിടുന്നു, നിന്റെ റബ്ബുമായി. ശാന്തി വരുന്നത് എപ്പോൾ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നു, എപ്പോൾ എൻ്റെ ജീവിതം ശാന്തമാകും? പക്ഷേ സൂഫികൾ ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിക്കുന്നു: എപ്പോൾ നീ വിട്ടുകൊടുക്കും? നീ നാളെയെങ്കിലും കണ്ടെത്തും. ആളുകൾ മാറിയാലും, സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാലും ഉള്ളിലെ കലഹം തുടരാം. കാരണം ശാന്തി പുറത്തെ മാറ്റങ്ങളിലല്ല, ശാന്തി വരുന്നത് ഞാൻ ശമിക്കുമ്പോൾ. സൂഫികൾ പറയുന്നു, ഞാൻ കുറയുമ്പോൾ അല്ലാഹു വളരും. എനിക്കിങ്ങനെ സംഭവിക്കരുതായിരുന്നു, എനിക്ക് നിയന്ത്രണം വേണം. ഈ ഞാൻ ശമിക്കുമ്പോൾ ഹൃദയം വിശ്രമിക്കും. ശാന്തി വരുന്നത് സ്വീകരണം വന്നപ്പോൾ. സ്വീകരണം എന്നത് പരാജയമല്ല, വിശ്വാസത്തിൻ്റെ മുതിർന്ന രൂപമാണ്. ഇത് എൻ്റെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ഇത് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ്. ഈ ബോധം വന്നാൽ ഭയം കുറയും, കോപം ഉണങ്ങും. ശാന്തി ഒരു ലക്ഷ്യമല്ല. സൂഫികൾ പറയുന്നു, ശാന്തി തേടേണ്ട ഒന്നല്ല, ശരിയായ വഴിയിൽ നടന്നാൽ പിന്നാലെ വരുന്ന അനുഗ്രഹമാണ്. നീ വിശ്വാസത്തിലൂടെ നടന്നാൽ ശാന്തി നിന്നെ കണ്ടെത്തും. ഹൃദയത്തിൻ്റെ രോഗങ്ങൾ. ഇസ്ലാം പറയുന്നു, ഹൃദയത്തിനും രോഗങ്ങളുണ്ട്. അസൂയ, അഹങ്കാരം, അത്യധിക പ്രതീക്ഷകൾ, ആളുകളിൽ നിന്ന് അംഗീകാരം തേടൽ, ഇവയെല്ലാം ഹൃദയത്തെ ഭാരപ്പെടുത്തും. ഖുർആൻ പറയുന്നു, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. അല്ലാഹു അതു വർദ്ധിപ്പിച്ചു. 2:10. ആളുകൾ നമ്മെ വേദനിപ്പിക്കുന്നു എന്ന് തോന്നുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ഹൃദയം എന്തിനാണിത്ര വേദനിക്കുന്നത്? അവിടെ ചികിത്സ വേണം. 2. ദിക്ർ ഹൃദയത്തിൻ്റെ മരുന്ന്. അല്ലാഹു വ്യക്തമായി പറയുന്നു, അല്ലാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. 13:28. നീ എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് തളരും. പക്ഷേ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ഹൃദയം ശ്വാസമെടുക്കും. ദിക്ർ വലിയതായിരിക്കണമെന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ്, ഹസ്ബിയല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് മനസ്സിൻ്റെ ശബ്ദം കുറയ്ക്കും. 3. സബർ വേദനയെ ഇബാദത്താക്കുന്ന വഴി. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ കാര്യങ്ങളെല്ലാം നന്മയാണ്. ആളുകൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ അത് ശിക്ഷയല്ല, പരീക്ഷയാണ്. സബർ പുലർത്തുമ്പോൾ നീ തോൽക്കുന്നില്ല, നീ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഉയരുകയാണ്. ഖുർആൻ പറയുന്നു, നിശ്ചയം സബർ പുലർത്തുന്നവർക്ക് അളവില്ലാത്ത പ്രതിഫലമുണ്ട്. 39:10. 5. ക്ഷമിക്കുക നിന്റെ മോചനത്തിനായി. ഇസ്ലാം പറയുന്നു, ക്ഷമിക്കുന്നത് അവർക്കു വേണ്ടിയല്ല, നിനക്കു വേണ്ടിയാണ്. വെറുപ്പ് പിടിച്ചുവച്ചാൽ
നീ തന്നെ കത്തും. വിട്ടുകൊടുത്താൽ ഹൃദയം ലഘുവാകും. ഖുർആൻ പറയുന്നു, അവർ ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. 24-22. അല്ലാഹു നിന്നെ ക്ഷമിക്കണമെങ്കിൽ നീയും ക്ഷമിക്കാൻ ശ്രമിക്കണം. 6. ദുആ. ആളുകൾ കേൾക്കാതിരിക്കാം, അവർ മനസ്സിലാക്കാതിരിക്കാം, പക്ഷേ അല്ലാഹു ഒരിക്കലും തിരിഞ്ഞു നിൽക്കില്ല. രാത്രിയിലെ ദുആ, കണ്ണീർ സഹിതം പറഞ്ഞ വാക്കുകൾ, അത് ഹൃദയം കഴുകും. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ തന്നെയാണ് ഇബാദത്ത്. ഒരു നിമിഷം നീ നിൽക്കൂ. വാക്കുകളില്ലാതെ, വിവരണമില്ലാതെ നിന്റെ ഹൃദയത്തോട് നീ ഒരു ചോദ്യം ചോദിക്കൂ. എൻ്റെ ശാന്തി നഷ്ടപ്പെട്ടത് അവർ കാരണമാണോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണോ? നീ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ? അവൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവൾ മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ഇതുവരെ വിടാൻ തയ്യാറായിട്ടില്ലേ? ഇനി മറ്റൊരു ചോദ്യം, എനിക്ക് ഇപ്പോൾ വേദനിക്കുന്നതിൽ സംഭവത്തിൻ്റെ പങ്കെത്ര, എൻ്റെ ചിന്തകളുടെ പങ്കെത്ര? സത്യം നിനക്കറിയാം, പലപ്പോഴും സംഭവം ഒരു നിമിഷമാണ്, പക്ഷെ വേദന നമ്മൾ ദീർഘിപ്പിക്കുന്നു. ഇനി അവസാന ചോദ്യം, ഞാൻ എൻ്റെ ശാന്തി ആരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു? ആളുകളുടെയോ, സാഹചര്യങ്ങളുടെയോ, അള്ളാഹുവിൻ്റെയോ? സൂഫികൾ പറയുന്നു, നീ ശാന്തി കൊടുത്ത ഇടത്താണ് നീ അടിമയാകുന്നത്. ഒരു നിമിഷം ശ്വാസമെടുക്കൂ ഉള്ളിലേക്ക്, പിന്നെ പറയൂ, യാ അല്ലാ, എൻ്റെ ശാന്തി ഞാൻ നിനക്കേ തിരികെ നൽകും. ശാന്തി പുറത്ത് തേടേണ്ട ഒന്നല്ല, അത് നിന്റെ ഹൃദയം ആരാണ് നയിക്കുന്നത് എന്നതിൻ്റെ ഫലമാണ്. ആളുകൾ മാറിയില്ലെങ്കിലും നിനക്ക് ശാന്തനാകാം, സാഹചര്യം മാറിയില്ലെങ്കിലും നിനക്ക് സ്ഥിരനാകാം. കാരണം ഇനി നിന്റെ ഹൃദയം ആളുകളുടെ കയ്യിലല്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നീ വിട്ടുകൊടുത്ത നിമിഷത്തിൽ നീ തോറ്റില്ല, നീ സ്വതന്ത്രനായി. ഇന്നു മുതൽ ഒരു വാഗ്ദാനം നിനക്ക് നീ തന്നെ കൊടുക്കൂ, എൻ്റെ ശാന്തി ഇനി ഞാൻ ആരുടെയും കയ്യിൽ കൊടുക്കില്ല. അത് നിന്റെ ഈമാനത്തിൻ്റെ ആരംഭമാണ്. യാ അല്ലാ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്തത് നിനക്ക് വിടാൻ ഹൃദയം നൽകണമേ. വേദനകളെ പിടിച്ചു നിൽക്കാതെ വിട്ടുകൊടുക്കാൻ ശക്തി നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തിയാൽ നിറയ്ക്കണമേ. ആളുകളിൽ ആശ്രയിക്കാതെ നിന്നെ ആശ്രയിക്കുന്ന ഹൃദയങ്ങളാക്കണമേ. ആമീൻ. അസ്സലാമു അലൈക്കും.